കോട്ടയം രൂപതയുടെ ആത്മീയ വളർച്ചയ്ക്കും കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെടുന്ന വിശ്വാസികളുടെ വിശ്വാസത്തിലും സന്മാർഗികതയിലുമുള്ള വളർച്ചയ്ക്കും ഒരു സന്യാസ സമൂഹം അത്യാവശ്യമാണെന്ന് ചൂളപ്പറമ്പിൽ പിതാവ് ഉറച്ചു വിശ്വസിച്ചു. യാക്കോബായ സഭയിൽ നിന്ന് വന്ന തോമസ് ഒറ്റത്തൈക്കലും ഡീക്കൻ നെടുഞ്ചിറയുമൊക്കെ വന്നപ്പോൾ അവരെ ധ്യാനത്തിനായി കൊണ്ടുപോയത് OSHന്റെ ഇന്നത്തെ ആസ്ഥാനമായ SH മൗണ്ട് എന്ന സ്ഥലത്തേക്കായിരുന്നു. പുനരയിക്കപ്പെടുന്ന സമൂഹത്തിനു വേണ്ടി, ജനത്തിനു വേണ്ടിയും വൈദികർക്കു വേണ്ടിയും ഒരു പരിശീലന കേന്ദ്രം ഉണ്ടാവണമെന്ന അഭിമന്യ പിതാവിൻ്റെ ആഗ്രഹം അപ്പസ്തോലിക് ഡെലഗേറ്റായിരുന്ന പിസാനി പൂർണ്ണമായി പിന്തുണച്ചു. അങ്ങനെയാണ് 1921 നവംബർ മാസം 21 OSH സമൂഹം സ്ഥാപിതമായത്. ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ഈശോയുടെ തിരുഹൃദയത്തോട് അഗാധമായ ഭക്തി പുലർത്തിക്കൊണ്ട് മിഷൻ കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തുവാനും അനേകരെ സത്യവിശ്വാസത്തിലേക്ക്, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതുമായിരുന്നു. മലങ്കര മിഷൻ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് OSH വൈദികർ തെക്കുഭാഗ യാക്കോബായക്കാർക്കിടയിൽ മാത്രമല്ല, ആ പ്രദേശത്തുണ്ടായിരുന്ന ലത്തീൻ കത്തോലിക്കർ ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും പ്രവർത്തിച്ചു. സുവിശേഷത്തിൻ്റെ ചൈതന്യം അവർക്ക് പകർന്നു നൽകുവാനായിട്ട് പരിശ്രമിച്ചു. 1921 ജ്ഞാനായ മലങ്കര പുനരൈക്യത്തിനോട് ലഭിച്ച രേഖകൾ സീറോ മലങ്കര പുനരൈക്യത്തിന് ശക്തമായ അടിത്തറ പാവുകയാണ് ചെയ്തത്. മാർ ഇവാനിയോസും കൂട്ടരും പുനരൈക്യത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ ഉപദേശവും മാർഗനിർദ്ദേശവും മോൺസിഞ്ഞോർ മൂണി എന്ന അന്നത്തെ അപ്പസ്തോലിക ഡെലഗേറ്റിൻ്റെ ഓഫീസിലെ പ്രിലേറ്റ് അദ്ദേഹത്തോട് ആരാഞ്ഞുകയുണ്ടായി. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്ന ഈ സഭയിലെ ആളുകളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്നും അന്ത്യോക്യയിലെ കത്തോലിക്ക പാത്രിയാർക്കീസുമായി യാതൊരു ബന്ധവുമില്ലാതെ മലബാറിൽ ഒരു സുറിയാനി റീത്തായി അവരെ അനുവദിക്കാവുന്നതാണ് എന്നും അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് എഴുതി. പുനരയിക്കപ്പെടുന്ന സമൂഹത്തെ ഒരു സ്വയംഭരണാധികാരമുള്ള വ്യക്തിസഭയായി സ്വീകരിക്കുന്നതിനെയാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിസഭ എന്ന നിലയിൽ സീറോ മലങ്കര സഭയുടെ രൂപീകരണത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ പങ്കുണ്ട്. മെത്രാൻ കക്ഷി എന്ന് അന്നറിയപ്പെട്ടിരുന്ന ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട മേൽപ്പെട്ട വ്യക്തികളെയും മേൽപ്പെട്ടക്കാരെയും കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചൂളപ്പറമ്പിൽ പിതാവിന് ഇവരെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം കൊടുക്കാനും സാധിച്ചു. 1930 മാർ ഇവാനിയോസും മാർ തിയോഫിലോസും കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ടു. ഈ ചരിത്രപരമായ പുനരയിക്കത്തിന് ശേഷം അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് ഈ മെത്രാന്മാരെ ആദരിക്കുന്നതിനായി കോട്ടയത്തേക്കും പിന്നീട് കറ്റോട് മിഷൻ കേന്ദ്രത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടുപോയി. വലിയൊരു സ്വീകരണം അവർക്ക് നൽകി. പുനരയിക്കപ്പെട്ട സമൂഹത്തിന് ആ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന പ്രതിസന്ധികളുടെ നേരത്ത് അവർക്ക് പിന്തുണയുമായി അഭിമന്യ പിതാവ് നിന്നു. മോൺസിഞ്ഞോർ മൂണിക്ക് ഈ നവജാത ശിശുവായ സഭ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അദ്ദേഹം എഴുതുകയുണ്ടായി. പുനരയിക്കപ്പെട്ടവർ ചാപ്പലായി ഉപയോഗിച്ചിരുന്ന ചെറിയ പുല്ലുമേഞ്ഞ കെട്ടിടത്തിന് എതിരാളികൾ തീയിട്ടപ്പോഴും, മാർ തിയോഫിലോസിൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടായപ്പോഴും, ബദനി സിസ്റ്റേഴ്സിൻ്റെ മഠത്തിന് നേരെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴുമെല്ലാം അദ്ദേഹം ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മോൺസിഞ്ഞോർ മൂണിക്ക് എഴുതുകയുണ്ടായി. ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് കരുതുകയുണ്ടായി. 1935 കാർഡിനൽ തിസ്രാങ് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായപ്പോൾ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അദ്ദേഹവും പൂർണ്ണമായ പിന്തുണ നൽകി.